മക്കളെ നമ്മൾ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പറയാനുള്ളത് ക്വസ്റ്റ്യനിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വന്നിട്ട് പിന്നെ ആദ്യം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. മക്കളെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നെയാണ് ക്യാഷ് ബുക്ക്. ഫസ്റ്റ് കാര്യം പറയാനുള്ളത് അതാണ്. രണ്ടാം, ക്യാഷ് ബുക്ക് തരാത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് തരാത്ത ക്വസ്റ്റ്യൻ, സർ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണോ? പ്രിപ്പയർ ചെയ്യണം. സർ എന്തുകൊണ്ട്? അതായത് ക്യാഷ് അക്കൗണ്ടിലും മാൻഡേറ്ററി ആയിട്ട് ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്, ചില ട്രാൻസാക്ഷൻസ് ഇല്ല. വെയിറ്റ് പറഞ്ഞുതരാം. ഒന്ന് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഓക്കെ. പിന്നെ ഒന്ന് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, ഇത് മാൻഡേറ്ററി ആണ്. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവുന്നത് ഓക്കെ ടു ക്യാഷ് ടു സെയിൽസ്, ക്യാഷ് സെയിൽസ് ഉണ്ടാവും. ഓക്കെ. ടു ഡെപ്റ്റേഴ്സിന്റെ കളക്ഷൻ ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ. ജനറലി ഓർഗനൈസേഷൻ എന്തുണ്ടാവും? ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവും. ബൈ പർച്ചേസ്, ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ അതുണ്ടാവും. ബൈ ക്രെഡിറ്റേഴ്സ്, ഓക്കെ. ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ്, ഓക്കെ. പിന്നെ ഉണ്ടാവുന്നത് ടു ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ള ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ബൈ ഡ്രോയിങ്സ്, ഓക്കെ. മക്കളെ നമുക്കില്ലേ ക്യാഷ് ബുക്കിൽ മാൻഡേറ്ററി ആയിട്ട് വരുന്ന ചില ട്രാൻസാക്ഷൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതും ഇതിലും ചില കാര്യങ്ങൾ മാൻഡേറ്ററി ഒന്നല്ല. ഡ്രോയിങ്സ് നമ്മളോട് പറയാണ്ട് നമ്മൾ എടുക്കണ്ട. അഡീഷണൽ ക്യാപിറ്റൽ നമ്മളോട് പറയാണ്ട് എടുക്കണം. പക്ഷെ ബാക്കി നാല് കാര്യങ്ങൾ ഇപ്പോ നമ്മളോട് പറഞ്ഞു ക്യാഷ് പർച്ചേസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാവൂല. ക്യാഷ് സെയിൽ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവൂല. ക്രെഡിറ്റ് സെയിൽ ഇല്ല എന്ന് പറയുന്നത് അന്നേരം ഇത് ഉണ്ടാവൂല, ഇത് ഉണ്ടാവും. ഓക്കെ. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട് എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാവും, ഇതുണ്ടാവില്ല. ഓക്കെ. അത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് മാൻഡേറ്ററി ആയിട്ട് ജനറലി വരുന്ന കാര്യങ്ങൾ. ഇതിന് പുറമെ എക്സ്ട്രാ എന്ത് വന്നാലും നിങ്ങൾ എൻറ്റർ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ബാഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് സെയിൽസ് റിട്ടേൺ അതെല്ലാം പറഞ്ഞില്ല, അതേപോലെയാണ് ഇവിടെ. നമ്മൾ ഈ 4 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി. ബാക്കി അന്നേരം എന്താ? ബാക്കി എന്തെന്ന് വെച്ചാൽ വരുന്നതിനനുസരിച്ച്. മക്കളെ അതുകൊണ്ട് തന്നെ പറയുന്നത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരാത്ത ക്വസ്റ്റ്യനില് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് തരാത്ത ക്വസ്റ്റ്യനില് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തേ പറ്റും. എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടാവും. ടാലി ആയില്ലെങ്കിൽ ടാർഗറ്റ് ഇല്ല, ടാലി ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടാവും. നമ്മളെ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ അത് ഓട്ടോമാറ്റിക് ടാലി ആയിന്, കാരണം അവിടെ ടാർഗറ്റ് ഇല്ല. ബട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ടാർഗറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ മാൻഡേറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. മാൻഡേറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെന്തായാലും ഉണ്ടാവും, ഇതും എന്തായാലും ഉണ്ടാവും. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർഗനൈസേഷൻ പറയുന്ന പോലെ ഓക്കെ. ഒരു ക്യാഷ് സെയിൽ മാത്രം നടത്തുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഒരാൾ ക്യാഷ് പർച്ചേസ് മാത്രം നടത്തുന്നതാണെങ്കിൽ ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് ഉണ്ടാവില്ല. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് ക്യാപിറ്റലും ഡ്രോയിങ്സ് എല്ലാം പറയണം, അല്ലാണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യം. ബട്ട് ശ്രദ്ധിക്ക്, ഇത് രണ്ടും ഉണ്ട്, കണ്ടുപിടിച്ചു. എന്നിട്ടും ബാലൻസിങ് ഫിഗർ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ്. എന്നിട്ടും നമ്മൾ ബാലൻസിങ് ഫിഗർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലും ഡ്രോയിങ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ബ്രോട്ട് ഡൗൺ വന്നു, ബാലൻസ് ക്യാരിഡ് ഓൺ വന്നു, സെയിൽസും ഡെപ്റ്റേഴ്സും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ പെർച്ചേസും ക്രെഡിറ്റേഴ്സും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ബാലൻസിങ് ഫിഗർ ഒന്നെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചെടുക്കണം. ഓക്കെ. ഞാനിപ്പോ ഷോർട്ട് കട്ട്സ് മാത്രമേ തരുന്നുള്ളൂ. അതായത് ഞാൻ ഒരു വേ ഉണ്ടാക്കി തരുന്നു, വേ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ല മക്കളെ? നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 7th ക്വസ്റ്റ്യൻ ആണ്. From the following data, you are required to prepare a trading and profit and loss account for the year ended 31st March 2017 and a balance sheet as at that date. All working should form part of your answer. മക്കളെ മാക്സിമം വർക്കിംഗ് നോട്ട് പ്രസന്റ് ചെയ്യണം. വർക്കിംഗ് നോട്ടിൽ ഇപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഈസി ആയിരിക്കും. അല്ലാണ്ട് എക്സാം ആണല്ലോ അന്ന് നിങ്ങൾ വർക്കിംഗ് നോട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പരിപാടി നടക്കില്ല. പ്രാക്ടീസ് സമയം എടുക്കും, പിന്നെ സമയം കുറയും, പേടിക്കുക വേണ്ട, വെയിറ്റ് ചെയ്യും. Asset and liabilities as of 1st April 2016 31st March 2017. Creditors ഉണ്ട്, ഓക്കെ. സൺഡ്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഓക്കെ. ക്രെഡിറ്റേഴ്സ് നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തോ, എന്തായാലും ആവശ്യം ഉണ്ടാവും. സൺഡ്രി അസറ്റ്സ് തന്നിട്ടുണ്ട്,
ഓക്കെ 11,610 12,040. ഇൻവെന്ററി ഇൻ ട്രേഡ് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഇൻവെന്ററി ഇൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്. ഞാൻ ചില കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യും ബ്രെയിൻ, അത്ര മാത്രമേ ഞാൻ പറയും. ട്രേഡ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. മക്കളെ ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 64,000 രൂപ. ഇത് വെയിറ്റ്, ഇതിന് റിലേറ്റഡ് ഒരു കാര്യം നമുക്ക് പറയാൻ. ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന്റെ നമ്മൾ പൈസ കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ഓക്കെ, പക്ഷെ അത് രണ്ടിന്റെ ഒന്നിച്ചിട്ട് എമൗണ്ട് ആണ്. എത്രയാ ക്യാഷ് എത്രയാ ഡിസ്കൗണ്ട് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. വെയിറ്റ് മക്കളെ, ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 64,000. അതിന് നമുക്ക് ക്യാഷ് എത്രയാന്ന് അറിയണം, ഡിസ്കൗണ്ട് എത്രയാന്ന് അറിയണം. എന്തിനാന്ന് അറിയുന്നത്? അതറിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് പി ആൻഡ് അക്കൗണ്ട് പോകേണ്ട ഐറ്റംസ് ആണ്. ഡിസ്കൗണ്ട് പി ആൻഡ് അക്കൗണ്ട് പോകേണ്ട ഐറ്റംസ് ആണ്. പിന്നെ ഈ സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലേ, അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ ഈ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രമേ കാണിക്കൂ. അതായത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. വെയിറ്റ്, സെയിൽസ് റിട്ടേൺ, ബാഡ് ഡെപ്റ്റ്. ഓക്കെ, സെയിൽസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. സെയിൽസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് 71,810. ടോട്ടൽ സെയിൽസ് 71,810. നമ്മൾ അതിന് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കണ്ടുപിടിക്കും. ക്രെഡിറ്റ് സെയിൽ നമുക്ക് ആവശ്യമുണ്ട്, ക്യാഷ് സെയിൽ ആവശ്യമുണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, വാട്ട് എവർ നമ്മൾ കണ്ടുപിടിക്കും. ഡിസ്കൗണ്ട് അലോഡ് ബൈ ക്രെഡിറ്റേഴ്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ജേർണൽ എൻട്രി പാസ് ചെയ്യാം, അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. Purchase returns, additional capital paid into bank. Additional capital paid into bank 8,500. Okay, പിന്നെ റിയലൈസേഷൻ ഫ്രോം ഡെപ്റ്റേഴ്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. അതായത് ഡെപ്റ്റേഴ്സിന് കിട്ടിയ പൈസയിൽ നമ്മൾ ബാങ്കിൽ ഇട്ടത് 62,500. ഡെപ്റ്റേഴ്സിന് കിട്ടിയ പൈസയിൽ 62,500 നമ്മൾ ബാങ്കിൽ ഇട്ടത്. മക്കളെ മനസ്സിലാക്കേണ്ടത് 64,000 നമുക്ക് 64,000 എന്നിട്ട് നമുക്കൊരു ഇൻപുട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തെന്നാ പറയും. എത്ര ഡെപ്പോസിറ്റ് ചെയ്ത് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 62,500. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 62,500 ആണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. സർ 1,500 1,500 ആണ് ഡിസ്കൗണ്ട്. ഓക്കെ, കാരണം ഡിസ്കൗണ്ട് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിസ്കൗണ്ട് 64,000 ഡിസ്കൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. 64,000 എത്രയാണോ ക്യാഷ് കിട്ടി അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 64,000 62,500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ബാക്കി 1,500 എന്താ, അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയാത്ത ഡിസ്കൗണ്ട്, അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്, നമ്മൾ പി ആൻഡ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാം. പി ആൻഡ് അക്കൗണ്ട് മാത്രമല്ല, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ക്യാഷ് പർച്ചേസ് വന്നിട്ടുണ്ട്. ക്യാഷ് എക്സ്പെൻസ്, ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം പേ ചെയ്ത എമൗണ്ട് നമുക്ക് അതല്ല വേണ്ടത്. ഈ പ്രാവശ്യം എത്രയാണ് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് അത് വേണമെങ്കിൽ, അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതെല്ലാം പറഞ്ഞുതരേ, ഞാൻ പറഞ്ഞതിനെക്കാട്ടി ബെറ്റർ നിങ്ങൾ ചെയ്യുന്നതാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് പെയ്ഡ് ബൈ ചെക്ക് ഫോർ മെഷീനറി പർച്ചേസ്ഡ്. അതായത് മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് 430 രൂപ. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 430 ആണ് അതിന്റെ ഇൻക്രീസ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഡ്രോൺ ഫ്രം ബാങ്ക്. അതായത് ഡ്രോയിങ്സ് ഫ്രം ബാങ്ക്, ബാങ്ക് നിന്ന് വിഡ്രോ ചെയ്തു എന്തിനു വേണ്ടിയിട്ട്, പേഴ്സണൽ പർപ്പസിന്. അതായത് ഡ്രോയിങ്സ് ആണ്, ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. മക്കളെ നെക്സ്റ്റ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഡ്രോൺ ഫ്രം ബാങ്ക്. ഓക്കെ, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് ഡ്രോൺ ഫ്രം ബാങ്ക്, അതും എന്താണ്, ഫോർ ബിസിനസ് പർപ്പസ് ആണ്. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ്. എന്നിട്ട് നമുക്ക് അതിന് ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് 1,200 ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ്. ബാങ്കിന്റെ ബാലൻസ് തന്നിട്ടുണ്ടോ, ഇല്ല. ചെക്ക് ഇഷ്യൂ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് 60,270. ചെക്ക് ഇഷ്യൂ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ജേർണൽ എൻട്രി ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, സോറി ബാങ്ക്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക എല്ലാവരും, ഇത് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്കിന്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 6,960, ക്ലോസിംഗ് ബാലൻസ് 8,080. മക്കളെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ബാലൻസ് 6,960, 8,080. മക്കളെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലെഡ്ജർ അക്കൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്,
ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1200 ഇഗ്നോർ ചെയ്താൽ മതി. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നമുക്ക് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല. സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സർ ചില കാര്യങ്ങൾ കോൺട്രാ എൻട്രി ഇല്ലേ, അതെന്താ ചെയ്യേണ്ടത്? മക്കളെ കോൺട്രാ എൻട്രി ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും കാണിച്ചോ. അത് രണ്ട് സൈഡിലും കാണിച്ചോ. സർ ഒന്ന് ഫോർമാറ്റ് പറഞ്ഞുതരോ? ഇതാ ഫോർമാറ്റ് കൂടി പറഞ്ഞുതരാം. ഹെഡിങ് മാത്രം കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞു. ഓക്കെ, കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഒരു എമൗണ്ട് കോളം, രണ്ട് എമൗണ്ട് കോളം, അതായത് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ കോളം മാത്രം മതി, രണ്ട് കോളം വേണ്ട. ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലേ മക്കളെ? ഓക്കെ, സാധാരണ രീതിയിൽ. ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സാലറി എമൗണ്ട് കാണിക്കാം. ചെക്ക് എന്നാ പറയും, എന്നാലും ഇവിടെ തന്നെ എമൗണ്ട് കാണിച്ചാൽ മതി. കമ്പൈൻഡ് അക്കൗണ്ടാണ്. ഇനി റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്, അതും ഇവിടെ തന്നെ കാണിച്ചോ, ബൈ റെന്റ്. പറയുന്ന മനസ്സിലാവുന്നില്ല? സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, കമ്പൈൻഡ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ട, രണ്ടും ഒരു കോളത്തിൽ തന്നെ കാണിച്ചാൽ. ശരി, അന്നേരം പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രി ഇതാ, ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടു ബാങ്ക് ഇവിടെ എമൗണ്ട് കാണിക്കാം. അതേപോലെ ബൈ ക്യാഷ് ഇവിടെ എമൗണ്ട് കാണിക്കാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാ എൻട്രിക്ക് ഇവിടെ നിൽ എഫക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? രണ്ട് കോളം പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, കോൺട്രാ എൻട്രിക്ക് നിൽ എഫക്റ്റ് ആണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സിംഗിൾ ആക്കാനുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, ക്യാഷ് അറ്റ് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല. ക്യാഷ് ഇൻ ഹാൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നില്ല. മക്കൾ ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പല ടാർഗറ്റ് വേറുണ്ട്. ഓക്കെ, പല ടാർഗറ്റും വേറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. സർ എക്സാമിന് വന്നാൽ എങ്ങനെ മനസ്സിലാവും? മക്കളെ എക്സാമിനും ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാ തരും. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിന് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യനാ വരും, അല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും വരൂല. പറയുന്ന മനസ്സിലാവുന്നില്ല മക്കളെ? അതായത് അതുകൊണ്ടാണ് അവർ ക്യാഷ് ഇൻ ഹാൻഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക, ക്യാഷ് ഇൻ ഹാൻഡിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ബാലൻസ് എന്താ അറിയില്ല, ക്യാഷ് അറ്റ് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്താ അറിയില്ല, ക്യാഷ് അറ്റ് ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്താ അറിയില്ല. കുറെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറിന് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യം തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. മൂന്ന് കാര്യത്തിൽ ഒരു കാര്യം തന്ന ബാക്കി രണ്ട് കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടില്ല, ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ലെങ്കിൽ ഇഗ്നോർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 10% എസ്യൂം ചെയ്യാം, ഒരാൾ 15% എസ്യൂം ചെയ്യാം, ഒരാൾ 20% എസ്യൂം ചെയ്യാം. അങ്ങനത്തെ പരിപാടി വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 10% ഒന്നുമില്ല, ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. 10% എടുക്കണ്ട, 20% എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ഈ ക്വസ്റ്റ്യൻ ഡിപ്രീസിയേഷൻ റേറ്റ് തന്നിട്ട് അതുകൊണ്ട് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങിയാട്ടെ, കൂൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റും. മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്, ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. മക്കളെ ട്രേഡിംഗ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് കാണിക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 15,770 ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് 12,400. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ അതിന്റെ ലെഡ്ജർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കാണിക്കാം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15,770. Okay, to balance carry down 12,400. Okay, ഇതാണ്, അതിന്റെ സിറ്റുവേഷൻ.
അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് ലാബിലിറ്റി ആണ്. സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 600 രൂപ. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 330 രൂപ. മക്കളെ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലായിക്കോ, എന്തായാലും നമുക്ക് എവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സൺട്രി എക്സ്പെൻസ് ഒരു വാല്യൂ തരും, അത് ഇന്നർ കോളത്തിൽ കാണിക്കുക. ആഡ് മൈനസ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ്. ഓക്കെ, സോറി, ക്ലോസിംഗ്. ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മൈനസ് ഓപ്പണിംഗ്, അതായത് ഈ കൊല്ലത്ത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലത്ത് ഈ കൊല്ലം പേ ചെയ്തിട്ടുണ്ടാവും, അത് ഈ കൊല്ലത്ത് എക്സ്പെൻഡിച്ചർ, അതുകൊണ്ട് മൈനസ് ചെയ്യണം. 600 മൈനസ് ചെയ്യുക. ഓക്കെ, 330 ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സൺട്രി അസറ്റ്സ് ആണ്. സൺട്രി അസറ്റ്സ്. ഓക്കെ, സൺട്രി അസറ്റ്സിന്റെ വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും, ഡിപ്രീസിയേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ 12,040 ക്ലോസിംഗ് ബാലൻസ് കാണിക്കാം. ഓക്കെ, സൺട്രി അസറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് 11,610. ഓക്കെ, നെക്സ്റ്റ് ഇൻവെന്ററി ഇൻ ട്രേഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെന്ററി ഇൻ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യാം? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എമൗണ്ട്? 8040. ഓക്കെ, ടു പർച്ചേസ്. ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേൺ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, പർച്ചേസ് റിട്ടേൺ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ടു പർച്ചേസ് ബൈ സെയിൽസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 12,040. ഓക്കെ, 12,040. 8,040 11,120. സോറി, 11,120. ഓക്കെ, ഓക്കെ, പർച്ചേസ് റിട്ടേൺ ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സെയിൽസ് റിട്ടേണും ഉണ്ട്. ഓക്കെ, വേണ്ട സ്പേസ് വിട്ടിട്ടുണ്ട്. സെയിൽസും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തു. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? ഇൻവെന്ററി, അതെന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് കാണിക്കണം. ഇൻവെന്ററി. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 8,040, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കാം. അതേപോലെ ഇൻവെന്ററി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 11,120. ഓക്കെ, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഓക്കെ മക്കളെ, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 6,960. ഓക്കെ, കുറച്ച് അത്യാവശ്യം ക്യാഷ് അക്കൗണ്ടിൽ എപ്പം പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല സ്പേസ് കിട്ടും, കാരണം ക്യാഷ് അക്കൗണ്ടിലും അത്യാവശ്യം ട്രാൻസാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. To balance brought down is by balance carried on. Okay, by balance carried on 8,080. Okay, നമ്മൾ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അസറ്റ് സൈഡിൽ കാണിക്കണം. ക്യാഷ് ആൻഡ് ബാങ്ക്. ഓക്കെ മക്കളെ, ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് ആൻഡ് ബാങ്കിന്റെ ബാലൻസ് എത്രയുള്ളത്? 69608080. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 8080. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്നത് 6960. ഓക്കെ, ട്രേഡ് ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. സ്റ്റിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ട്രേഡ് ഡെപ്റ്റേഴ്സ് എഴുതണം, അല്ലെങ്കിൽ വിട്ടുപോകും, അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അതിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡ് ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട് ഉള്ളത്? ട്രേഡ് ഡെപ്റ്റേഴ്സ് 17,000. ഓക്കെ, 17,870. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ബട്ട് നമുക്ക് അറിയില്ല, അത് നമ്മൾ ഒഴിവാക്കുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര എമൗണ്ട്? 17,870. ഓക്കെ, ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. ആൻഡ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻ ഇൻ ദ ഇയർ. ഈ കൊല്ലത്തെ ട്രാൻസാക്ഷനാ പറയും. ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് 64,000. മക്കളെ, തൽക്കാലം അത് നമുക്ക് ഇപ്പൊ ഇഗ്നോർ ചെയ്യാം, നമുക്ക് ആവശ്യം വന്നാൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ,
നമുക്ക് തൽക്കാലം അത് ഇഗ്നോർ ചെയ്യുക, ആവശ്യം വന്നാൽ ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ബൈ സെയിൽസ് റിട്ടേൺ. ഓക്കെ, എത്ര എമൗണ്ട്, 1450. ഓക്കെ, അത് മാത്രമല്ല സെയിൽസ് റിട്ടേൺ നമ്മൾ 2 വട്ടം ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അത് രണ്ടാമത്തെ എവിടെയാ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ലെസ് സെയിൽസ് റിട്ടേൺ 1450. ഓക്കെ, 1450. ഇനി പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓക്കെ, ടു ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 420 റുപ്പീസ്. പിന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും. ഓക്കെ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എവിടെയുള്ളത്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബൈ ബാഡ് ഡെപ്റ്റ്. എത്ര എമൗണ്ട്, ബൈ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 420 രൂപ. ഓക്കെ, നെക്സ്റ്റ് സെയിൽസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് 71,810. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെയിൽസ് പോയിട്ട് കാണിക്കാം. ഓക്കെ, സെയിൽസ് 71,810. ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്നാ പറയുന്നത്. നമുക്ക് അതിന്റെ ക്യാഷ് എത്രയാണ്, ക്രെഡിറ്റ് എത്രയാണെന്ന് അറിയണം. വെയിറ്റ് ചെയ്യും, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മക്കളെ നിങ്ങൾ ആരും ഇപ്പൊ എഴുതണ്ടേ, നിങ്ങളോട് ഇപ്പൊ എഴുതാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ട്രീറ്റ്മെന്റ് ഞാൻ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ, സെയിൽസ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 71,810. ഓക്കെ, 2 ട്രീറ്റ്മെന്റ് ആയിട്ടാന്ന് വേണ്ട, 2 ട്രീറ്റ്മെന്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. Creditors account debtor to discount received 700 rupees. Okay, 700 rupees. Creditors account debtor to discount received 700 rupees. മക്കളെ ഡിസ്കൗണ്ട് റിസീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻകം ആണ്. നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണം. ബൈ ഡിസ്കൗണ്ട് റിസീവ് 700 rupees. മക്കളെ 2 പോസ്റ്റിംഗ് മാൻഡേറ്ററി ആണ്, അത് ശ്രദ്ധിച്ചാൽ മതി. പെർച്ചേസ് റിട്ടേൺ 400. പെർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അതും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ്. ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സ്റ്റിൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് റിട്ടേൺ നമ്മൾ എവിടെയും കൂടി കാണിക്കണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെസ് പർച്ചേസ് റിട്ടേൺ. എത്ര എമൗണ്ട് പർച്ചേസ് റിട്ടേണിന്റെ, 400 രൂപ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ നമ്മൾ ട്രീറ്റ് ചെയ്തു. എഡീഷണൽ ക്യാപിറ്റൽ പെയ്ഡ് ഇൻ ടു ബാങ്ക്. എഡീഷണൽ ക്യാപിറ്റൽ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അതായത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കാം. ഓക്കെ, 8,500. ഓക്കെ, 8,500. നിങ്ങൾ അപ്പം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8,500 നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഉണ്ടാവും. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്തുണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും പ്ലസ് എഡീഷൻസ്. നമ്മൾ എഡീഷൻ എന്താ ചെയ്യുക, ആഡ് ചെയ്യുക. എത്രയാണ് എമൗണ്ട്, 8,500. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം റിയലൈസേഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. റിയലൈസേഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട്, 62,500. മക്കളെ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ പോയി പോസ്റ്റ് ചെയ്യുക. അതായത് ബൈ ബാങ്ക് or by cash whatever 62,500. ഇവിടെ കമ്പൈൻഡ് അക്കൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ തരുന്നത് 64,000 രൂപയാണ്, 62,500 തന്നിട്ടുള്ളത്. എന്നിട്ട് ബാക്കി എന്താണ്, ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്, 1,500. എങ്ങനെ മനസ്സിലായത്, 64,000 മൈനസ് 62,500. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ 1,500 ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടു ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്, 1,500. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസിന് ഞാൻ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്യാഷ് പർച്ചേസ് നോട്ട് ചെയ്ത് വെക്കാം. ക്യാഷ് പർച്ചേസ് ഓക്കെ 1030. ബട്ട് സ്റ്റിൽ അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. ബൈ പർച്ചേസ് എത്രയാണ്, 1030. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് എക്സ്പെൻസ് ആണ്. ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ബൈ എക്സ്പെൻസ്. ഓക്കെ, എത്ര എമൗണ്ട്, 9,570. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് P&L അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ടു എക്സ്പെൻസ് 9,570.
മക്കളെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ നെറ്റ് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് രണ്ട് ട്രീറ്റ്മെന്റ് ഇതിന്റെ ഒക്കെ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ബൈ ചെക്ക് ഫോർ മെഷീനറി പർച്ചേസ്ഡ്. ഓക്കെ, അതായത് അതും നമ്മളെ ക്യാഷ് ബുക്കിലാ വരാം. ബൈ മെഷീനറി എത്ര എമൗണ്ട്? 430 rupees. മക്കളെ നിങ്ങൾ മെഷീനറിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 11,610 മൈനസ് 12,040, നിങ്ങൾക്ക് ആൻസർ കിട്ടും 430. ആ 430 ഈ പ്രാവശ്യം വാങ്ങിച്ചത് എങ്ങനെ വാങ്ങിച്ചത്? ക്യാഷ് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ല. ഓൾറെഡി നമ്മുടെ മെഷീനറി അക്കൗണ്ട് കൂടിയിട്ടുണ്ട്, രണ്ടാമത്തെ ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. ശരിയാണ് ട്രീറ്റ്മെന്റ് ചെയ്തു ഓൾറെഡി, രണ്ട് ട്രീറ്റ്മെന്റ്. മക്കളെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന വെച്ചാൽ, അതായത് ഫസ്റ്റ് ശ്രദ്ധിക്കുക, ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഡെപ്റ്റേഴ്സ് 64,000, അതായത് 62,500 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയത്. ഡെപ്റ്റേഴ്സ് നെയിം ക്യാഷ് ആയിട്ട് കിട്ടിയത്, ശ്രദ്ധിക്കുക എല്ലാവരും, ക്യാഷ് ആയിട്ട് കിട്ടിയത്. ക്യാഷ് ആയിട്ട് കിട്ടിക്കാൻ നിങ്ങളുടെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ് 62,500. ഇനി നിങ്ങൾ അതെന്ത് ചെയ്യുന്നത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് 62,500 ബൈ ബാങ്ക്. കാരണം കോൺട്രാ എൻട്രി ആണ് 62,500. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ ഒരു സിംഗിൾ ജേർണൽ എൻട്രി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ ആക്ച്വൽ കോൺസെപ്റ്റ്. ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ആ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രാ എൻട്രി ആണ്, രണ്ട് ലെഡ്ജർ അക്കൗണ്ടും പോസ്റ്റ് ചെയ്യണം. നമ്മൾ ഇത് രണ്ടും ഒന്നിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇഗ്നോർ ചെയ്യുക ചെയ്തു. ഓക്കെ, പ്രശ്നമില്ല, ഡൗട്ട് വരണ്ട, രണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യും. ഇനി ചെറിയ ആളുടെ ഡൗട്ട് മെഷീനറി അക്കൗണ്ട് ആണ്. മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് തരാം. മക്കളെ ഒരു മിനിറ്റ്, മക്കളെ മെഷീനറി അക്കൗണ്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, പ്രിപ്പയർ ചെയ്യും വേണ്ട. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത്. ഓപ്പണിംഗ് ബാലൻസ് 11,610 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് 12,040 തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ പറയുന്നില്ല, ഡിപ്രീസിയേഷന്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ലെഡ്ജർ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി ആവുന്നില്ല. കാരണം ഡെബിറ്റ് ഈസിക്കൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെബിറ്റ് സൈഡിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. എത്രയാണ്? 430 രൂപ. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും അത് പർച്ചേസ് ആണ്. പക്ഷെ ഇവര് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട് ആ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്ത്, അതായത് പെയ്ഡ് ബൈ ചെക്ക് ഫോർ മെഷീനറി പർച്ചേസ്. നമ്മൾ വാങ്ങിച്ച മെഷീനറി എന്ത് ചെയ്ത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് 430 രൂപ. അത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിലും മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ മക്കൾ. അതായത് ഇവിടെ ഒരു പോസ്റ്റിങ്ങും അതേപോലെ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യാം, ക്യാഷ് അക്കൗണ്ട് കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ആധാർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈ മെഷീനറി അക്കൗണ്ട് 430 രൂപ. രണ്ട് പോസ്റ്റിംഗ് ആയി. അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് രണ്ട് കറക്റ്റ് ആയിട്ട് കാണിക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, ഇത്രയേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. ഇനി നമ്മൾ അതായത് പെയ്ഡ് ബൈ ചെക്ക് ഫോർ മെഷീനറി പർച്ചേസ് അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഡ്രോൺ ഫ്രം ബാങ്ക്, അതായത് ഡ്രോയിങ്സ് ആണ്. ജേർണൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, ബൈ ഡ്രോയിങ്സ് ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, എത്ര എമൗണ്ട്? 3180. അത് മാത്രമല്ല മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോയിങ്സ് നമ്മൾ എവിടെയും കൂടി കാണിക്കണം, ബാലൻസ് ഷീറ്റും കാണിക്കണം. എവിടെയാണ്? ക്യാപിറ്റലിന് ഒരു റിഡക്ഷൻ ആയിട്ട്. ഓക്കെ, എത്ര എമൗണ്ട്? 3180. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. മക്കളെ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ്, കോൺട്രാ എൻട്രി ആണ്. ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണ് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നിട്ട് എത്ര എമൗണ്ട് കാണിക്കണ്ടേ? 5000. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ബാങ്ക് 5000 കാണിക്കാം. നെറ്റ് എഫക്ട് 0 ആണ്, ചെയ്യണമെന്ന് നിർബന്ധമില്ല, എന്നാലും ചെയ്തോ. ക്യാഷ് ഡോൺ ഫ്രോം ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എത്ര എമൗണ്ട്? 9240. ബൈ ക്യാഷ് എത്രയാണ്? 9240.
ഇതൊക്കെ ഇങ്ങനെ വരുന്ന എന്താണ് കോൺട്ര. ഓക്കെ, കോൺട്ര, ഇതും കോൺട്ര, ഇതും കോൺട്ര എൻട്രി, ഇതും കോൺട്ര എൻട്രി, കോൺട്ര എൻട്രി, കോൺട്ര എൻട്രി, കോൺട്ര എൻട്രി. ഓക്കെ മക്കളെ, കോൺട്ര എൻട്രിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 31/3/2017. മക്കളെ നമുക്ക് ഓൾറെഡി അതിന്റെ ടോട്ടൽ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് മാത്രം തന്നത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, ഇഗ്നോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ചെക്ക് ഇഷ്യൂ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ചെക്ക് ഇഷ്യൂ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ബാങ്ക്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ബാങ്ക്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ബാങ്ക് എന്ന് പറയുന്നത് എത്ര എമൗണ്ട്, അതായത് 60,270. നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മുടെ കമ്പൈൻഡ് ക്യാഷ് അക്കൗണ്ടും കാണിക്കണം. ഓക്കെ, ബൈ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, 60,270, 60,270. മക്കളെ കുറച്ച് സ്പേസ് കൂടുതൽ വിടണം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സംഭവിച്ചോലെ സംഭവിക്കും. ഇത് ഇതുവരെ റെക്കോർഡ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കണ്ട, ഇതൊന്നും വലിയ സംഭവങ്ങളും തന്നെ ഞാൻ ചെയ്യുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചു. ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എടുക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എടുത്തതിന് ക്രെഡിറ്റ് സൈഡിൽ കൂടുതലുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ കൂടുതലുണ്ട്. ഞാൻ ടോട്ടൽ ചെയ്യുന്നത് 700 + 400 + 60,270 + 12,400 മൈനസ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും 73,770, 73,770. അതിൽ നിന്ന് 15,770 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 58,000 കിട്ടും. അതാണ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ പർച്ചേസ്, ബൈ പർച്ചേസ് ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ, ബാലൻസിങ് ഫിഗറിൽ റൗണ്ട് ചെയ്യാൻ മറക്കരുത്, കാരണം എങ്ങനെ കിട്ടിയെന്ന് അറിയണം നമുക്ക് ഫസ്റ്റ്. ഞാൻ അപ്പം തന്നെ ചെയ്യാൻ അറിയോ, ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും 58,000. ഓക്കെ, എന്നാൽ എന്റെ ടോട്ടൽ പർച്ചേസ് എത്രയാ, ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 58,000 + 1030 എത്രയാ, 59,030. എനിക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടി. ഞാൻ ഇത് എവിടെ ട്രീറ്റ് ചെയ്യണം, എന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ 59,030. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് എന്താ വേണ്ടത്, ശ്രദ്ധിക്കുക എല്ലാവരും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ചെയ്തു, ഇനി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ബാങ്ക് എമൗണ്ട് റിസീവ്ഡ് എല്ലാം തന്നിട്ടുണ്ട്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യാം. 1450, 420, 62,500, 1,500, 17,870 മൈനസ്. മക്കളെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യാൻ പറ്റൂല, കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എമൗണ്ട് റിസീവ്ഡ് നമുക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം മിനിമം വരും, മിനിമം വരുന്ന 2 ഐറ്റംസ് ഉണ്ട്. എന്ത്, ഒന്ന് ടു ബാലൻസ് ബ്രോട്ട് ആണ്, അത് തന്നിട്ടില്ല. ടു സെയിൽസ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്, അതും തന്നിട്ടില്ല. എന്നിട്ട് 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. ശ്രദ്ധിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും. 1030 + 9570 + 430 + 62,500 + 3180 + 5,000 + 9240 + 60,270 + 8080, that is equal to 1,59,300. okay, and debit side is 6960 + 8,500 + 62,500 + 62,500 പിന്നെ 5,000 പിന്നെ 9240, that is 1,54,700, 1,54,700. മക്കളെ നമ്മുടെ ക്രെഡിറ്റ് സൈഡിലുള്ളത് 1,59,300. ഓക്കെ, ഡെബിറ്റ് സൈഡിലുള്ളത് 1,59,300 ആയിരിക്കണം നിർബന്ധം. ബട്ട് ടാലി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഒരു ഐറ്റം വരാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവിടെ ബാലൻസിങ് ഫിഗർ ഒരു ഐറ്റം വരാനുണ്ട്. ശ്രദ്ധിക്കണം എല്ലാവരും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കൽ മാത്രം മക്കളെ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെ വന്ന് അതില്ല. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ റിമൈനിങ് ഫിഗർ എത്രയാണ്, 1,54,700 മൈനസ് 1,59,300. then you will get 4,600 balancing figure. 4,600 balancing figure. വെയിറ്റ് ചെയ്യാം മക്കളെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചേ.
ഞാനിത് ഇല്ലോജിക്കലായിട്ടൊന്നും പറയൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞു മാൻഡേറ്ററി ആയിട്ട് ഒരു ക്യാഷ് അക്കൗണ്ട് വേണ്ടത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്, ബാലൻസ് ക്യാരി ഡൗണും വേണം. ഓക്കെ, ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. അത് ഉണ്ട്, ക്യാപിറ്റൽ കൊണ്ടുവന്നത് ഉണ്ട്, അത് മാൻഡേറ്ററി ഒന്നല്ല, തന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ക്യാഷ് പർച്ചേസ് അത് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തത് അതുണ്ട്. നിങ്ങൾ നോക്കിയാട്ടെ, പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് 2 ഐറ്റംസ് ആവാം, രണ്ടും ഉണ്ട്. എന്തെല്ലാം ഉള്ളത്? ക്യാഷ് പർച്ചേസും ഉണ്ട്, പേയ്മെന്റ് മെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഇനി സെയിൽസിനും അതേപോലെ 2 ഐറ്റംസ് ആവുള്ളൂ, ഒന്ന് ക്യാഷ് സെയിൽ, ഒന്ന് ക്രെഡിറ്റ് സെയിൽ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ ഉണ്ട്, ടോട്ടൽ ഉണ്ട്. ബട്ട് കമ്പൈൻഡ് ക്യാഷ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് സെയിൽ എവിടെയും കാണിച്ചിട്ടില്ല. കമ്പൈൻഡ് ക്യാഷ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് സെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്യാഷ് സെയിലാണ് ടു സെയിൽസ് അക്കൗണ്ട്, ബാലൻസിങ് ഫിഗർ 4600. മക്കളെ നമ്മളോട് ഓൾറെഡി പറയുന്നുണ്ട് ടോട്ടൽ സെയിൽസ് ആണ് 71,810. ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്, ക്യാഷ് സെയിൽ ഉണ്ട് എന്നല്ല അർത്ഥം. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷ് സെയിൽ എത്രയാണ്? 4600. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ എത്രയായിരിക്കും? ക്രെഡിറ്റ് സെയിൽ 71,810 മൈനസ് 4600, ദാറ്റ് ഈസ് ഈക്വൽ ടു 67,210. ഓക്കെ, ക്രെഡിറ്റ് സെയിൽ നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി? അതായത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്, എവിടെയുള്ളത്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇതാ, $67,210. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഡെബിറ്റ് സൈഡിലുള്ള 2 ഐറ്റത്തിൽ ഒരു ഐറ്റം കിട്ടി, എന്നെ ഒരു ഐറ്റമേ കിട്ടാനുള്ളൂ, എന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 1450 പ്ലസ് 420 പ്ലസ് 62,500 പ്ലസ് 1,500 മൈനസ് പ്ലസ് 78,870 മൈനസ് 67,210, that is equal to 16,530. 16,530 ബാലൻസ് ഫിഗർ ആയിട്ട് ഞാൻ റൗണ്ട് ചെയ്ത് 16,530. അത് അപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഓക്കെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് 16,530 കാണിക്കാം. അത് മാത്രമല്ല സെയിൽസ് ഓൾറെഡി ടോട്ടൽ കാണിച്ചിട്ടുണ്ട്, പെർച്ചേസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. മക്കളെ ബാലൻസ് ഷീറ്റ് സ്പേസ് അല്ലിട്ടത് വെറുതെയാണ്, നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഒന്നും ഇതാക്കണ്ട. എനിക്കറിയില്ല എത്രത്തോളം ഐറ്റംസ് ഉണ്ട് എന്ന്, അതുകൊണ്ടാ ജസ്റ്റ് ആഡ് 16,530 പ്ലസ് 6960, നിങ്ങൾക്ക് 43,140 കിട്ടും. ടോട്ടൽ 43,140. ഓക്കെ, നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ കിട്ടുമ്പോൾ ഞാനത് റൗണ്ട് ചെയ്യും. 43,140 15,770 മൈനസ് ചെയ്യാം, അതേപോലെ 600 മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് 26,770 കിട്ടും ബാലൻസിങ് ഫിഗർ. നിങ്ങൾ അതെന്ത് ചെയ്യുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കണം, 26,770. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും മക്കളെ, ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കും എല്ലാം 71,810 മൈനസ് 1450, നിങ്ങൾക്ക് ആൻസർ 70,360 കിട്ടും. നെറ്റ് സെയിൽസ് പ്ലസ് 1120, ദാറ്റ് ഈസ് ഈക്വൽ ടു 81,480 കിട്ടും. 81,480 to gross profit carried down by gross profit brought down. Okay, gross profit എന്ന് പറഞ്ഞാൽ 81,480 മൈനസ് അതിൽ 59,030 മൈനസ് 400 ചെയ്യുന്നുണ്ട്, അത് 58,630 കിട്ടും. ഓക്കെ, പ്ലസ് 8,040 മൈനസ് 81,480, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടും 14,810. എത്ര കിട്ടും? 14,810. ഓക്കെ, ആ 14,810 നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സൺട്രി എക്സ്പെൻസ് ഒന്ന് ബാലൻസ് ചെയ്യും. 9570 പ്ലസ് 330 മൈനസ് 600, ദാറ്റ് ഈസ് ഈക്വൽ ടു 9,300. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് നെറ്റ് പ്രോഫിറ്റ് ആക്കാം 14,810 പ്ലസ് 700, ദാറ്റ് ഈസ് ഈക്വൽ ടു 15,510 minus 1,500 minus 9,300 minus 420, that is equal to 4290. ഓക്കെ മക്കളെ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4290. ഓക്കെ, 4290 കിട്ടും. മക്കളെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടാണ് കിട്ടുന്നത്, അല്ലാണ്ട് ജസ്റ്റ് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ബുക്ക് നോക്കിയിട്ട് ആൻസർ പേസ്റ്റ് ചെയ്യാൻ. അല്ല, വായിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യും. അതെന്തോടാ, അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അല്ലാണ്ട് വെറുതെ ഞാൻ നോക്കി എഴുതിയിട്ട് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ആഡ് പ്രോഫിറ്റ്, കാരണം ക്യാപിറ്റൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആഡ് ചെയ്യണം. 4290, that is 4290 plus 26,770 plus 8,500 plus 8,500 minus 3180, that is equal to 36,380. മക്കളെ ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് 26,770 plus 8,500 minus 3180 plus 4290, that is 36,380 തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ജസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ 36,380 plus 12,400 plus 330, that is equal to 49,110. ഇനി 12,040 plus 1120 plus 17,870 plus 8,080, that is equal to 49,110. ടാലി. ഇതാണ് കൺസെപ്റ്റ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് ഫസ്റ്റ് വായിക്കാം. ഓക്കെ, വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കും. ഫസ്റ്റ് ഒരു വട്ടം വായിക്കണം, എന്നിട്ടാണ് പിന്നെ അടുത്ത വായിക്കുന്നതിനനുസരിച്ച് ചെയ്യേണ്ടത്. മിസ്റ്റർ അനൂപ് runs a wholesale business wherein all purchase and sales are made on credit. ക്യാഷ് സെയിൽ ഇല്ലാത്ത ബിസിനസ്സാണ്, അത് ഫസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ sundry debtors, opening balance, closing balance, bills receivable, bills payable, sundry creditors. ജനറലി ഈ 4 ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇൻവെന്ററി തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. മക്കളെ രണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ 2 കോളം ഒരു പെർട്ടിക്കുലർ അത്ര മതി. അല്ലെങ്കിൽ നിങ്ങൾ 2 ലെഡ്ജർ അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആവും. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ബെറ്റർ. ഓക്കെ, എന്തുകൊണ്ടാണ് ബാലൻസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇനി നോക്കാം, സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ. ക്യാഷ് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ ആണ് പറയുന്നത്. ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ഷോപ്പ് എക്സ്പെൻസസ് അറ്റ് ₹600 per month, 9,200 per month wages, personal expenses 1,400 per month, 7,62,750. അതായത് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര ഡെപ്പോസിറ്റ് ചെയ്ത് 7,62,750. ജേണൽ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഏതിന് ശേഷമാണ്, അതായത് ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് സർട്ടൻ എക്സ്പെൻസസ്. അതായത് എക്സ്പെൻസിൽ എങ്ങനെ പേ ചെയ്ത്, ബാങ്ക് ക്യാഷ് ക്യാഷ്. ഷോപ്പ് എക്സ്പെൻസ്, പേഴ്സണൽ വേജസ്, പേഴ്സണൽ എക്സ്പെൻസ്, മൂന്നിന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാം. എന്താ ജേണൽ എൻട്രി? ഷോപ്പ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യലുണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് ജേണൽ എൻട്രി. പറയുന്ന മനസ്സിലാകുന്ന മക്കൾ. എന്നിട്ട് നമ്മളോട് പറയാന് വിഡ്രോവൽസ് 41,21,000. മക്കളെ 41,21,000 അല്ല, ഒരു മിനിറ്റ്, എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എമൗണ്ട് ഒന്ന് മാറ്റിക്കോ. 4,21,000, സോറി 1,21,000. 1,21,000 ആണ് എമൗണ്ട്. റുപ്പീസിന്റെ എംപ്ലാണ്, അത് 4 ആയിട്ട് ടൈപ്പ് ചെയ്ത് പോയതാണ്. 1,21,000. മക്കളെ വിഡ്രോവൽസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അല്ല, ഡ്രോയിങ്സ് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താണ്, ഇത് ക്യാഷ് വിഡ്രോൺ ഫ്രോം ബാങ്ക്. എന്തുകൊണ്ട് സാർ അങ്ങനെ പറയാൻ കാരണം ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാഷ് വിഡ്രോവൽ അല്ലേ ഉണ്ടാവുക. ആ ക്യാഷ് വിഡ്രോവൽ എവിടുന്ന്, ബാങ്കിൽ നിന്ന്. ജേണൽ ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, നെക്സ്റ്റ് ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് 77,200 ഫോർ സപ്ലൈസ്. അന്നേരം ക്രെഡിറ്റേഴ്സിന് ജേണൽ എൻട്രി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ്. പിന്നെ 25,000 ഫോർ ഫേർണിച്ചർ. അതായത് അതിന്റെ അർത്ഥം ഈ കൊല്ലം ഫേർണിച്ചറിന് എത്ര പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, 25,000 പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫേർണിച്ചറിന്റെ അവസ്ഥ എന്താ. ഓക്കെ, വെയിറ്റ്, എല്ലാം ജേണൽ എൻട്രി. ചെക്സ് കളക്ടഡ് ഫ്രം കസ്റ്റമേഴ്സ് ബട്ട് ഡിസോണേഡ്. ചെക്ക് കളക്ട് ചെയ്തു, ബിൽസ് റിസീവബിൾ എന്നല്ല അവർ പറയുന്നത്, ചെക്ക് എന്നാ പറയും. അതായത് എനിക്കൊരു കസ്റ്റമർ ചെക്ക് തന്നു, ചെക്ക് തന്ന ഫസ്റ്റ് ജേണൽ എൻട്രി അതിന് പാസ് ചെയ്യണം. ചെക്ക് കളക്ട് ചെയ്ത ഫസ്റ്റ് ജേണൽ എൻട്രി അതിന് പാസ് ചെയ്യണം. എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. അതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി, അത് നമ്മൾ പാസ് ചെയ്യണം. ചെക്ക്, കാരണം ഡ്യൂറിംഗ് ദി ഇയർ ആണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഡ്യൂറിംഗ് ദി ഇയർ നടക്കുമ്പോൾ ചെക്ക് കളക്ട് ചെയ്തെങ്കിൽ ഫസ്റ്റ് ജേണൽ എൻട്രി പാസ് ചെയ്യണം, പിന്നെ ഡിസോണർ ചെയ്തെങ്കിൽ പാസ് ചെയ്യണം. ഫസ്റ്റ് ചെക്ക് കളക്ട് ചെയ്തെങ്കിൽ ജേണൽ എൻട്രി പാസ് ചെയ്യണം, പിന്നെ ഡിസോണർ ചെയ്തെങ്കിൽ ജേണൽ എൻട്രി പാസ് ചെയ്യണം. ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ബാങ്ക് കൂടിയതായിട്ട് നമ്മൾ കാണിക്കും, ഡെപ്റ്റേഴ്സ് കുറഞ്ഞതായി കാണിക്കും. ചെക്ക് ഡിസോണർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്.
കാരണം ശരിക്കും പറഞ്ഞാൽ ആ ബാങ്ക് കൂടാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്റ്റേഴ്സ് കൂട്ടി കാണിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കും, ഒരാളെ എനിക്ക് ചെക്ക് തന്നു, ചെക്ക് തരുമ്പോൾ 10,000 രൂപയുടെ ചെക്ക് തന്നു. ഞാൻ ചെക്ക് കിട്ടിയ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇത് ബാങ്കിലിട്ട ബാങ്കിന്റെ പൈസ കൂടും. ഞാൻ ചെക്ക് എന്ത് ചെയ്ത് ബാങ്കിലിട്ട്, ക്രെഡിറ്റ് ആയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, അതായത് ബാങ്കിൽ പൈസ വന്നോ ഞാൻ നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ ജേർണൽ പാസ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്റെ ഡെപ്റ്റർ തന്നുകൊണ്ട് ഡെപ്റ്റർ വന്നു, ബാങ്ക് കൂടി. അപ്പൊ വൈകുന്നേരം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, ഹലോ, നിങ്ങൾ തന്ന ചെക്ക് ഡിസോണർ ആയിട്ടുണ്ട്, ചെക്കിൽ പൈസ ഒന്നുമില്ല, ക്യാൻസൽ ആയി. ഇന്നോ നാളെയോ വട്ടപ്പോ മേ ബി, നമുക്ക് ഇതൊന്നും അറിയില്ല, കാരണം ഇത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. അത് നമ്മൾ ഡിസോണറിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യും. എന്താ ജേർണൽ എൻട്രി? അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സിനോട് പറയും, നേരത്തെ നിങ്ങൾ എത്ര 1 ലക്ഷം അല്ലേ തരാമത്, ഞാൻ 10,000 രൂപ കുറച്ചിട്ടില്ലേ, ഇപ്പൊ നിങ്ങൾ എത്ര 90,000, 90 അല്ല, വളരെ തന്നെ തരണം, കൂട്ടണം. നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യും. എന്താ ക്രെഡിറ്റ് ചെയ്യുക, ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യും, ബാങ്ക് ബാലൻസ് കുറക്കണം. കാരണം നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്ത് ജേർണൽ എൻട്രി തെറ്റാണ്, റിവേഴ്സ് ചെയ്യണം. ഇതാണ് സംഭവം. 2 എൻട്രിയും പാസ് ചെയ്യണം മക്കളെ, 2 എൻട്രിയും പാസ് ചെയ്യണം, 2 എൻട്രി കാണിക്കണം. ഓക്കെ, മനസ്സിലായി മക്കളെ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് റിസീവ്ഡിന് മാത്രം ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ചെക്ക് ഡിസോണറിന് മാത്രം ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളോട് പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ ആണ്. ഡ്യൂറിംഗ് ദ ഇയർ എന്നാണ് ഈ കൊല്ലം നടക്കുന്നതാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് കളക്ട് ചെയ്തെങ്കിലും ജേർണൽ എൻട്രി പാസ് ചെയ്യണം, ചെക്ക് ഡിസോണർ ആയിരിക്കും ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ചെക്ക് കളക്ടഡ് ഫ്രോം കസ്റ്റമേഴ്സ് ബട്ട് ഡിസോണർഡ് 5,700. ഓക്കെ, ബിൽ ആക്സെപ്റ്റഡ് ബൈ കസ്റ്റമേഴ്സ്. ബിൽ ആക്സെപ്റ്റഡ് ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബിൽ ഇഷ്യൂ ചെയ്തു, ആരെ ആക്സെപ്റ്റ് ചെയ്തു, കസ്റ്റമേഴ്സ്, അതായത് ബിൽസ് റിസീവബിൾ. ഇന്നലെ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതിന് ജേർണൽ എൻട്രി, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ് ബിൽസ് എൻഡോസ്ഡ്. ബിൽസ് എൻഡോസ്ഡിന്റെ ജേർണൽ എൻട്രി, എനിക്കൊരു ബില്ല് കിട്ടി, അത് ഞാൻ ചെയ്ത് വേറൊരാൾക്ക് കൊടുത്തു, അതിന്റെ ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. എന്റെ ക്രെഡിറ്റേഴ്സിനാണ് ഞാൻ എൻഡോസ് ചെയ്യുക, ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് കുറയും, ബില്ലും കുറയും. ഓക്കെ, അതും പഠിപ്പിച്ചാണ് മക്കളെ. ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാകുമ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയും. പിന്നെ അടുത്തത് ബിൽ ഡിസ്കൗണ്ടഡ് 20,000, ഡിസ്കൗണ്ട് 750. മക്കളെ ബില്ല് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് മെച്യൂരിറ്റി വരെ കാത്തിക്കാം, രണ്ടാമത്തെ ഡിസ്കൗണ്ട് ചെയ്യാം, മൂന്നാമത്തെ എൻഡോസ് ചെയ്യാം. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ട് ബില്ല് മെച്യൂർ ആണ്, നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് കളക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നഷ്ടം വരും, ആ നഷ്ടമാണ് ഡിസ്കൗണ്ട്. ഓക്കെ, അതായത് 20,000 രൂപന്റെ ബില്ല് 750 രൂപ ഡിസ്കൗണ്ടിന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ടിൽ 19,250 ആണ്. എങ്ങനെയാണ്? 20,000 ആണ് നിങ്ങളുടെ ബില്ലിന്റെ പൈസ, ബില്ലിന്റെ എമൗണ്ട്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് 750 രൂപ മൈനസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ 19,250, കിട്ടിയ പൈസ 19,250. ഇങ്ങനെ ആയിരിക്കണം ജേർണൽ എൻട്രി പാസ് ചെയ്യുക. അതിനുശേഷം ബിൽ മെച്യൂർഡ് ആൻഡ് ഡ്യൂലി കളക്റ്റഡ് എന്ന് പറയുമ്പോൾ 16,000 ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. പിന്നെ ബിൽ ആക്സെപ്റ്റഡ്. ബിൽ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതാണ്, ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ. ഓക്കെ, പെയ്ഡ് സപ്ലൈസ് ബൈ ചെക്ക്. ഓൾറെഡി നമ്മൾ സപ്ലൈസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്ത്, ചെക്ക് പേയ്മെന്റ് ആണ്. ചെക്ക് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ സപ്ലൈസ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, received 20,000 on maturity of 1 life insurance policy of the proprietor by check. അതായത് ഓണറിന്റെ LIC നമുക്ക് കിട്ടി, അതായത് ഓണറിന്റെ LIC നമുക്ക് കിട്ടിയ അത് അഡീഷണൽ ക്യാപിറ്റൽ ആണ് മക്കളെ, ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, കാരണം ബാങ്കിലാണ് ആ എമൗണ്ട്. റെന്റ് റിസീവ്ഡ് ₹14,000 ബൈ ചെക്ക് ഫോർ ദ പ്രീമിസസ് ഓൺഡ് ബൈ പ്രൊപ്പറേറ്റർ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ അല്ല, നമ്മുടെ റെന്റ് അല്ല, അത് ഓണറിന് കിട്ടേണ്ട റെന്റ് നമ്മളാണ് കളക്ട് ചെയ്യുന്നത്, അതും എഡീഷണൽ ക്യാപിറ്റൽ, ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് മക്കളെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള നമുക്ക് രീതിയിൽ പറയാം. ഓക്കെ, എ ബിൽഡിംഗ് വാസ് പർച്ചേസ്ഡ് ഓൺ 30/11/2016. ഒരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ട് 30/11/2016 ഫോർ ഓപ്പണിംഗ് എ ബ്രാഞ്ച് ഫോർ 3,50,000. 3,50,000 രൂപ ചെലവാക്കിയതായിട്ട്. And some expenses were incurred on this building, details of which are not maintained. മക്കളെ ബിൽഡിംഗ് 3,50,000 ചെലവാക്കി. ഓക്കെ, 3,50,000 ചെലവാക്കി. എന്നിട്ട് അതിന്റെ കൂടെ കുറച്ചും കൂടി എക്സ്പെൻഡിച്ചർ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ എത്രയാണെന്ന് പ്രോപ്പർ ആയിട്ട് അറിയില്ല മക്കളെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് മിസ്സിംഗ് ഫിഗറാണ്, മിസ്സിംഗ് ഫിഗറാണ്. കാരണം 3,50,000 ബിൽഡിങ്ങിന്റെ പൈസ, ബാക്കി എന്തെല്ലോ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് നമുക്ക് അറിയില്ല എന്ന് പറയുന്നത്, അത് നമുക്ക് മിസ്സിംഗ് ഫിഗറാണ്, നമ്മൾ അത് കണ്ടുപിടിക്കും. വെയിറ്റ്. ഓക്കെ, ശ്രദ്ധിക്ക്. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് ടെലിഫോൺ ചാർജസ്
ടെലിഫോൺ ബിൽ പെയ്ഡ് ബൈ ക്യാഷ് 18,700 ഡ്യൂ 2,200. നിങ്ങൾക്കറിയാം പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് വരും, പേ ചെയ്യാത്തതിന് ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അപ് ടു ഇലക്ട്രിസിറ്റി ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, പിന്നെ ആ റെന്റ് റിസീവ്ഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ട് നമ്മളെ പിന്നെ എന്ത് ചെയ്ത് നമ്മളത് എഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പിന്നെ ആ എമൗണ്ട് ആയ ഓണർ വിഡ്രോ ചെയ്ത ഡ്രോയിങ്സ് തന്നെയാണ്, പിന്നെ അതെല്ലാം എന്ത് ചോദിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അതർ ട്രാൻസാക്ഷൻ. മക്കളെ അതർ ട്രാൻസാക്ഷൻ ചില വേർഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചില വേർഡ്സ് ഇമ്പോർട്ടൻ്റ്. അതർ ട്രാൻസാക്ഷൻ, അതർ ട്രാൻസാക്ഷൻ മേലെ പറഞ്ഞത് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചല്ല. ക്ലെയിം അഗെയിൻസ്റ്റ് ദി ഫേം ഫോർ ഡാമേജ്, അതായത് ഒരു കസ്റ്റമർ എന്തോ ഡാമേജിന് വേണ്ടി ക്ലെയിം വന്നു. എത്ര ക്ലെയിം കൊടുക്കണ്ടേ? 1,55,000. ഈസ് അണ്ടർ ലീഗൽ ഡിസ്പ്യൂട്ട്, അതായത് കോടതിന്റെ മുന്നിൽ അതൊരു തർക്കമായിട്ടുണ്ട്. നമ്മൾ എഗെയിൻസ്റ്റ് ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോ കേസ് കൊടുത്തിട്ടുണ്ട്, 1,55,000 അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നർത്ഥം. എന്നിട്ട് പറയുന്നു ലീഗൽ എക്സ്പെൻസസ് 17,000, ലീഗൽ എക്സ്പെൻസ് 15,000 കൊടുക്കണം, അഡ്വക്കേറ്റിന് പൈസ കൊടുക്കണം. മക്കളെ ഇത് കൊടുത്തിട്ടുണ്ടാവോ? കൊടുത്തിട്ടുണ്ടാവില്ല. സർ അതങ്ങനെ സർ കൊടുത്തിട്ടില്ല എന്ന് പറയാം. മക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനിൽ വരും, ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷനിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ലീഗൽ എക്സ്പെൻസ് നോട്ട് പെയ്ഡ്. മക്കളെ ഞാൻ പറയുന്ന റീസൺസും ശ്രദ്ധിക്കണം. ക്യാഷ് ട്രാൻസാക്ഷനിൽ മേലെ കാണിക്കും അങ്ങനെയെങ്കിൽ ലീഗൽ എക്സ്പെൻസ്, അതർ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത് പേ ചെയ്തില്ല എന്ന് അർത്ഥം. എന്നിട്ട് ജേർണൽ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ടു ലീഗൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, എല്ലാത്തിനും ലോജിക് ഉണ്ട്. നെക്സ്റ്റ് ദ ഫേം ആന്റിസിപ്പേറ്റ്സ്, അത് കിട്ടില്ലോ. The firm anticipate defeat in this suit, അതായത് ആ കേസിൽ തോക്കുന്നു ഉറപ്പിച്ച്, കേസിൽ തോക്കുന്നു ഉറപ്പിച്ച്. മക്കളെ തോക്കുന്നു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. അതായത് നമുക്കൊരു ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പറയും പ്രൊവിഷൻ. എവിടെയാ പഠിച്ചേ? ബാഡ് ഡെപ്റ്റിന്റെ കേസ്. മക്കളെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റിന് മാത്രമല്ല, പ്രൊവിഷൻ ഫോർ എനി ലയബിലിറ്റി, പ്രൊവിഷൻ ഫോർ എനി ലയബിലിറ്റി ഓർ എനി എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. എത്ര എമൗണ്ടിന്? 1,55,000. കാരണം കേസ് തോറ്റതിന് നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. കേസ് തോറ്റിട്ടില്ല. We should anticipate losses. എന്താ പ്രൊവിഷൻ? അതായത് കൺസർവേറ്റിസം കൺസെപ്റ്റ്. We should anticipate losses but we should not anticipate profits. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ജേർണൽ വരാം. ഒന്ന് ലീഗൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ജേർണൽ എൻട്രി, രണ്ടാമത്തത് ക്ലെയിം ഫോർ ഡാമേജിന്റെ പ്രൊവിഷൻ ഫോർ ക്ലെയിം ഫോർ ഡാമേജ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡാമേജ്. ഓക്കെ, എന്താ ജേർണൽ? പ്രൊവിഷൻ ഫോർ ഡാമേജിന്റെ P&L അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡാമേജ്. പ്രൊവിഷൻ ഫോർ ഡാമേജ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡും വരണം, അതേപോലെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡെബിറ്റ് സൈഡിലും വരണം. നമ്മുടെ എക്സ്പെൻഡിച്ചർ, നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യം. അടുത്ത പോലെ നമുക്ക് തീരുമാനിക്കാം എക്സ്പെൻഡിച്ചർ ആവോ ഇല്ലയോ എന്നുള്ളത്. അത് വിട്ട് പറയണം. അതിനുശേഷം പറയുന്നത് വെച്ചാൽ ഗുഡ്സ് റിട്ടേൺ ടു സപ്ലൈസ്, അതിന്റെ ജേർണൽ നമുക്കറിയാം. ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് അതിന്റെ അറിയാം. ഡിസ്കൗണ്ട് ഓഫേർഡ് ബൈ കസ്റ്റമേഴ്സ് സപ്ലൈസ് അതും അറിയാം. ഡിസ്കൗണ്ട് ഓഫേർഡ് ടു ദ കസ്റ്റമേഴ്സ് അതും അറിയാം. The business is carried on at the rental premises for an annual rent of 20,000 which is outstanding at the year end. Okay, അതായത് റെന്റ് ഒരു കൊല്ലത്തേക്ക് 20,000 രൂപ നമ്മൾ അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ജേർണൽ എൻട്രി? റെന്റ് അക്കൗണ്ട് അപ് ടു റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. എത്ര എമൗണ്ട്? 20,000. ആനുവൽ റെന്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി റെന്റ് അല്ല. ആനുവൽ റെന്റ് ആകുമ്പോൾ ആ 20,000 തന്നെ എടുത്താൽ മതി. മന്ത്ലി റെന്റ് എങ്കിൽ 12 മൾട്ടിപ്ലൈ ചെയ്യുക, വാട്ട് എവർ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. Prepare trading and profit and loss account of Mr. Anu for the year ended 31/12/2016 and balance sheet as on that date. മക്കളെ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ലെങ്തി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വരാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോളം ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. മക്കളെ ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലായോ ഇല്ലയോ?